ഹായ് ഫ്രണ്ട്സ്, കീം ഓൺ ഫയർ എന്ന നമ്മുടെ ചാനലിൻ്റെ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പഠിക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് റൊട്ടേഷണൽ മോഷനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ലീനിയർ മോഷനും റൊട്ടേഷണൽ മോഷനും കൂടെയുള്ളൊരു കമ്പാരിസൺ നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കാണുന്നാലും ലീനിയർ മോഷൻ, റൊട്ടേഷണൽ മോഷൻ, റൊട്ടേഷണൽ മോഷൻ. അപ്പോൾ ലീനിയർ മോഷനിൽ എന്താ, നമ്മളുടെ ഡിസ്റ്റൻസ് എസ് എന്ന് പറയുന്നത് റൊട്ടേഷണൽ മോഷനിലേക്ക് വരുമ്പം ഇറ്റ് ബിക്കംസ് തീറ്റ. അത് നമ്മളുടെ റിലേഷൻഷിപ്പ് നമുക്കറിയാം. എസ് ഇസ് ഈക്വൽ ടു ആർ തീറ്റ. ദെൻ എഗെയിൻ പിന്നെ നമുക്കുള്ളത് എന്താ, വെലോസിറ്റി അല്ലെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി യു. അത് വരുമ്പം ഇവിടെ ഒമേഗ, ആംഗുലർ വെലോസിറ്റി ഇനിഷ്യൽ. ദെൻ വി ഫൈനൽ വെലോസിറ്റി, ഇവിടെ വരുമ്പം ആംഗുലർ വെലോസിറ്റി ഫൈനൽ, ഒമേഗ ഫൈനൽ. Then our acceleration is a. അത് റൊട്ടേഷനിൽ വരുമ്പം ഇറ്റ് ബിക്കംസ് ആൽഫ, ആംഗുലർ ആക്സിലറേഷൻ. പിന്നെ എന്തൊക്കെയാണ്, നമ്മൾ ഇത്രയൊക്കെയല്ലേ നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് അടുത്തൊരു ടേമാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. എന്ന് വെച്ചാൽ ഒരു ബോഡിക്ക്, നമ്മൾ ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ബോഡിക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ട് എന്തോ ഒരു തടസ്സമുണ്ട്. സോ ഇൻ കേസ് ഓഫ് ഇപ്പോൾ ഒരു കൈനറ്റിക് എനർജി എടുക്കുകയെന്ന് വെച്ചാൽ, കൈനറ്റിക് എനർജി ലീനിയർ കേസിൽ എന്ത് വരും, ½ × m/v². ഇതിനെ നമ്മൾ ഈ റൊട്ടേഷണൽ മോഷനിലേക്ക് വരുമ്പം കൈനറ്റിക് എനർജി റൊട്ടേഷണൽ എന്ന് പറയുമ്പോൾ എന്താകും, ½ × m ഈ v² വരെ നമുക്ക് എന്ത് എഴുതാം, v = r⍵. അതല്ലേ നമ്മുടെ ഇക്വേഷൻ. S = r θ, v = r⍵, a = r⍵. അതൊക്കെ നമുക്കറിയാം. ഓക്കെ, സോ അപ്പം ഇവിടെ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം, r⍵² ½ mv² ഇൻ ദ കേസ് ഓഫ് ലീനിയർ മോഷൻ. അത് നമ്മളുടെ റൊട്ടേഷണൽ മോഷനിലേക്ക് വരുമ്പം ഇങ്ങനെ എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ½ × m × r² × ω². ഈ ഒമേഗ എന്താണെന്ന് നമുക്കറിയാമല്ലോ. ആക്ച്വലി ഇത് വന്നിട്ട് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഓക്കെ, ദിസ് വൺ ഈസ് ഓൾസോ ω². സോ ഇത് ആംഗുലർ വെലോസിറ്റി, ഇത് റേഡിയസ്, ഇത് വന്നിട്ട് മാസ്. അപ്പോൾ ഈ ഒരു ടേം നോക്കിക്കേ, ഇത് എപ്പോഴും ഒരു ബോഡിയുടെ കേസിൽ ഐദർ ഇറ്റ് ഈസ് എ റേഡിയസ് ഓർ ഇറ്റ്സ് ലൊക്കേഷൻ. അപ്പോൾ ഇത് രണ്ടിൻ്റെ കേസാണെങ്കിലും ഇതെന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഹാഫ് അങ്ങനെ തന്നെ ഇട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ലീനിയർ മോഷനിൽ എം വരുന്ന സ്ഥലത്ത് റൊട്ടേഷണൽ മോഷനിൽ എന്താ വന്നിരിക്കുന്നത്, mr². ഈ mr²നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഐ. ഇനി ഐക്കൊരു പ്രത്യേകതയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഏതെങ്കിലും ബോഡി, പർട്ടിക്കുലറായിട്ടൊരു ബോഡിയുടെ പേരൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് I = mr² എടുക്കാം. ബട്ട് ഈ റൊട്ടേഷണൽ മോഷൻ്റെ കേസിൽ ഈ mr² അല്ലെങ്കിൽ I എന്ന് പറയുന്നത് ഓരോ ഷേപ്പിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതായത് സർക്കിൾ അല്ലെങ്കിൽ സർക്കുലർ ഡിസ്ക്, അതല്ലെങ്കിൽ റിങ്, അതുപോലെ നീണ്ട ഒരു ചെറിയൊരു റോഡ്, അതല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ, സിലിണ്ടർ, അതല്ലെങ്കിൽ സ്ഫിയർ. സിലിണ്ടർ ഇങ്ങനെ ഇരിക്കുമല്ലോ. അപ്പോൾ ഇതേമാതിരി തന്നെ ഇതിനെല്ലാത്തിനും റൊട്ടേഷണൽ മോഷൻ്റെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിസ് വേണം. എന്തെങ്കിലും ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പം ഇതൊരു റോഡാണെങ്കിൽ ഈ റോഡിന് സെൻറ്ററിൽ വെച്ചിട്ട് ഈ റോഡ് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വെച്ചു, ഇതാണ് ഈ റെഡ് കളറാണ് സെൻറ്റർ ആക്സിസ്. ഈ റോഡ് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ബേസ്ഡ് ഓൺ ദി സെൻറ്റർ ആക്സിസ് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം, അല്ലേ? അതേപോലെ തന്നെ തിരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. സോ ഫോർ എവറിത്തിങ് ഇറ്റ് നീഡ്സ് ആൻ ആക്സിസ്. അപ്പോൾ ഒരു സർക്കുലർ ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ കാറിൻ്റെയൊക്കെ ആ വീല് കറങ്ങുന്നത് എങ്ങനെയാണ്, ദാറ്റ് ഈസ് അതിന് ഒരു ഇങ്ങോട്ടുള്ള വീലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാറിൻ്റെയൊക്കെ വീലുണ്ടാവുമല്ലോ. സോ അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും വീൽ, ആ റിമ്മുണ്ടാവും. സോ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പം അതിൻ്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആക്സിസാണ്. അപ്പോൾ എല്ലാത്തിനും നമുക്കിവിടെ ഒരു ആക്സിസ് വേണം. ആ ആക്സിസ് ചിലപ്പോൾ ചില കേസിൽ ചിലപ്പം ഇങ്ങനെ ആവാം, അതല്ലെങ്കിൽ തിരിഞ്ഞാവാം. അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് ആക്സിസ് നമ്മുടെ mr² മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഡെറൈവ് ചെയ്യാനായിട്ടൊക്കെ ഇറ്റ് ടേക്സ് ടൈം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഷേപ്പിനുമുള്ള പല ആക്സിസിലുള്ള, അതായത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ് എപ്പോഴും നമ്മൾ എടുക്കുന്നത് ഈ ബോർഡിൻ്റെ എക്സ് ആക്സിസ് അറിയാമല്ലോ, ബോർഡിൻ്റെ ഹൊറിസോണ്ടൽ ആക്സിസ് ആണ് എക്സ്, വൈ ഇത് ആക്സിസ് ആണ്, ഇസഡ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുത്തനെ ഉള്ളതാണ്. അപ്പോൾ എങ്ങനെ എഴുതാം, ജസ്റ്റ് ആക്സിസ് മാത്രം നമുക്ക് നോക്കാം.
അപ്പം ദിസ് ഈസ് അവർ എക്സ് ആക്സിസ്. അപ്പോൾ ഈ എക്സ് ആക്സിസ് ആണ് നമ്മുടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എങ്കിൽ ഇത് എക്സ് ആക്സിസ് എന്ന് പറയാം. വൈ ആക്സിസ് ആണ് നമ്മുടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എക്സ് ആവാം ഓർ ഐ വൈ ആവാം. ഇനി ഐ ഇസഡ് ആവാം. ഐ ഇസഡ് നമുക്കിങ്ങനെ കുത്തനെ വരച്ച് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇങ്ങനെ ഒരു ഇസഡ് ആക്സിസ്. ഇത് ആക്ച്വലി ഇങ്ങനെയല്ല, ദിസ് ഈസ് ആക്ച്വലി ഇങ്ങനെ ടുവേർഡ്സ് ദ ബോർഡാണ്. സോ ദിസ് ഈസ് അവർ ഇസഡ് ആക്സിസ്. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് കാണാതെ പഠിച്ചിരിക്കണം. നിങ്ങൾ ഡെറിവേഷൻ പഠിച്ച് ഓർത്തിരിക്കാൻ പറ്റുന്നവർ അങ്ങനെ പഠിക്കുക, അല്ലാത്തവർ ഓരോരോ മെയിനായിട്ട് വരുന്നത് റോഡിൻ്റെ കേസ്, സർക്കുലർ ഡിസ്ക്, സർക്കുലർ റിങ്, പിന്നെ ചില കേസിൽ റെക്റ്റാങ്കിൾ വരാം, പിന്നെ സോളിഡ് സ്ഫിയർ വരാം, ഹോളോ സ്ഫിയർ വരാം, സിലിണ്ടർ വരാം. സിലിണ്ടർ തന്നെ ഹോളോയും സോളിഡും. ഇത്രയും കേസ് നമ്മൾ എന്തായാലും കാണാതെ പഠിച്ചിരിക്കണം. ഇതിൽ നിന്ന് വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസേ വരത്തുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, നമ്മളുടെ ലീനിയർ മോഷനിലെ മാസിന് പകരമായിട്ടാണ് ഇവിടെ ഐ വരുന്നത്. ഐ എന്ന് പറഞ്ഞാൽ mr² ആണ്. ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ ഷേപ്പ് ഇറ്റ് ചേഞ്ചസ്. ഷേപ്പ് ആൻഡ് ആക്സിസ്, ഏത് ബേസിസിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് മാറും. അപ്പോൾ നമുക്കിവിടെ ഒരു ടേം കൂടെ കൊടുക്കാമല്ലോ. നമ്മളുടെ ഇവിടുത്തെ മാസിന് പകരം ഇവിടെ വരുന്നതാണ് ഐ. ഓക്കെ. അപ്പോൾ അത് ഓരോ ഷേപ്പിനുള്ളത് നമുക്കിപ്പോൾ നോക്കാം എന്തൊക്കെയാണ്. ഫസ്റ്റ് കേസ് നമുക്ക് യൂണിഫോം ലീനിയർ റോഡാണ്. അതായത് ഒരു ചെറിയൊരു റോഡ്, ആ റോഡിൻ്റെ ആക്ച്വലി സെൻറ്ററിൽ കൂടെയാണ് എന്ത് നമ്മുടെ റൊട്ടേഷൻ, സെൻറ്ററിൽ കൂടെയാണ് നമ്മുടെ റൊട്ടേഷൻ എന്നുണ്ടെങ്കിൽ എന്താകും, ഐ ഈസ് ഈക്വൽ ടു എം. ഇതിൻ്റെ മാസ് എമ്മും ലെങ്ത് എല്ലും, ഈ ടോട്ടൽ ലെങ്ത് എല്ലും ആണെങ്കിൽ ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എലോങ് ദ സെൻറ്റർ ആക്സിസ് ഐ വൈ വൈ എന്ന് എടുക്കാം. ഐ വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, എം L²/12 ആയിരിക്കും. അതിൻ്റെ ഡെറിവേഷൻ ഉണ്ട്. ബട്ട് ഇതാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഒരു യൂണിഫോം ലീനിയർ റോഡ് വരുമ്പോൾ അതിൻ്റെ സെൻറ്ററിലൂടെയുള്ള ആക്സിസ് എടുക്കുവാണെങ്കിൽ എബോവ് സെൻറ്റർ ആക്സിസ് അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mL²/12 ആണ്. ഇനി നമുക്കൊരു പാരലൽ തിയറം ഓഫ് പാരലൽ ആക്സിസ് ഉണ്ട്, അതും കൂടെ ഒന്ന് പറയാം. തിയറം ഓഫ് പാരലൽ ആക്സിസ്, ഇത് ആക്സിസ്, ഇത് ആക്ച്വലി ഈ ഒരു കേസിൽ മാത്രമല്ല ഏത് ബോഡിയുടെ കേസ് എടുത്താലും നമുക്കിപ്പോൾ സെൻറ്ററിൽ കൂടെ ഉള്ള ഒരു ആക്സിസിൻ്റെ കേസ് നമുക്ക് അറിയാമെങ്കിൽ, വി നോ ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സെൻറ്റർ ഓഫ് ആക്സിസ്, അത് നമുക്കറിയാമെങ്കിൽ നമുക്ക് എവിടത്തെ വേണമെങ്കിൽ അതിന് പാരലലായിട്ടുള്ള ഏത് ആക്സിസിലെ വേണമെങ്കിലും സെൻറ്റർ ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നമുക്ക് ഇവിടത്തെ നമുക്കറിയാം, ഈ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ എഡ്ജിൽ കൂടെ പാസ് ചെയ്യുന്ന നമുക്കൊരു ജസ്റ്റ് ഒരു എ, ഇത് പോയിൻ്റ് എ ആണെന്ന് വിചാരിക്കാം. ത്രൂ എയിലൂടെ പാസ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കാണണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ അത് കാണും, ഐ എ എന്ന് പറയുന്നത് ഇത് ആദ്യം ഈ സെൻറ്ററിലൂടെ ഉള്ളത് ആദ്യം എഴുതണം. mL²/12 പ്ലസ് പിന്നെ എന്താ ചെയ്യേണ്ടത്, എം മാസ് അങ്ങനെ തന്നെ എഴുതുക, എം ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എഴുതുക. ഈ ഡിസ്റ്റൻസ് എത്രയാണ്, ദാറ്റ് ഈസ് L/2, ഹാഫ് അല്ലേ. ഇത് സെൻറ്ററിലൂടെ അല്ലേ ഇത് പോകുന്നത്, ബാക്കിയുള്ള ഡിസ്റ്റൻസ് ഹാഫ് വരും. അപ്പോൾ അതിൻ്റെ സ്ക്വയറും ആ ഡിസ്റ്റൻസ് എത്രയാണോ L/2 ദ ഹോൾ സ്ക്വയർ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് കൂട്ടിയെടുക്കാം. സോ mL²/12 പ്ലസ് ഹിയർ mL²/4 അല്ലേ. അപ്പോൾ ഇതിൻ്റെ LCM 12 വരും. അപ്പോൾ mL² പ്ലസ് 3mL². അപ്പോൾ 4mL²/12 ദാറ്റ് കംസ് എസ് mL² ഇത് വെട്ടിക്കഴിയുമ്പോൾ എത്ര വരും, 3. അപ്പോൾ എബൌട്ട് ആൻ ആക്സിസ് അറ്റ് എഡ്ജ് വിച്ച് പാസസ് ത്രൂ ദ എഡ്ജ്, ഈ എഡ്ജ് ആവാം അല്ലെങ്കിൽ ഈ എഡ്ജ് ആവാം, ഏത് എഡ്ജിലൂടെ ആണെങ്കിലും അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഓൾറെഡി സെൻറ്ററിലെ ഉണ്ട്, അത് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ പ്ലസ് ആ എം ഇൻറ്റു ഇതിന്ന് എവിടെയാണോ നമുക്കുള്ള അവിടുന്ന് ഈ എഡ്ജ് വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക, അതിൻ്റെ സ്ക്വയർ. അതായത് ആക്ച്വലി ഇറ്റ് ബിക്കംസ് ഐ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, എം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സെൻറ്റർ ഐ പ്ലസ് എം ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, അതിപ്പോൾ എക്സ് ആണെന്ന് വിചാരിക്കാം, mx², അത്രയേ ഉള്ളൂ.
ഈ ഡിസ്റ്റൻസ് എത്രയാണോ അത്ര സ്ക്വയർ. ഇനിയിപ്പോൾ ആലോചിച്ച് നോക്കുക, ഇതല്ല ഓക്കെ. ഇതേമാതിരി തന്നെ നമുക്കിതിന് പകരം ഈ L/2 എന്നുള്ളത് വേണമെങ്കിൽ L/4 എടുക്കാം, അവിടുത്തെ പാരലൽ എടുക്കുക. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഇവിടെ എന്ത് വരും, M×L/4 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ബേസിക് ആയിട്ട് ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. കാരണം സെൻറ്ററിലൂടെ പാസ് ചെയ്യുമ്പോൾ mL²/12, അത് എഡ്ജിലൂടെ ആണെങ്കിൽ ഇറ്റ് ബിക്കംസ് mL²/3. ഇത് കാണാതെ പഠിക്കുക. ഇതെങ്ങനെ വന്നെന്ന് മനസ്സിലായല്ലോ. ഇത് പ്ലസ് ഈ ഡിസ്റ്റൻസ് ഇൻറ്റു ആ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ഇൻറ്റു എം. അത് വരുമ്പോൾ നമ്മുടെ യൂണിഫോം ലീനിയർ റോഡിൻ്റെ കേസായി. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതിൻ്റെ എല്ലാ ഇക്വേഷൻസ് നോക്കാം. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ സർക്കുലർ ഡിസ്ക്. നമ്മുടെ CD ഒക്കെ ഇല്ലേ, പഴയ കാലത്ത് ഉണ്ടായിരുന്ന CD ഒക്കെ, ആ CD-മാരിലുള്ള സാധനം, അതായത് വളരെ തിന്നായിട്ടുള്ള ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഒരു ഡിസ്ക്. ആ ഡിസ്കിന് നമുക്ക് എന്തൊക്കെ ആക്സിസ് ഉണ്ടാവാം, ഇതേമാതിരി തന്നെ നമ്മൾ പറഞ്ഞ പോലെ XX ആക്സിസ് ഉണ്ടാവാം. അതായത് ആ ഡിസ്കിൻ്റെ ഇതാണ് അതിൻ്റെ റേഡിയസ്, ദിസ് ബിക്കംസ് അവർ ഡയമീറ്റർ, ദിസ് വൺ ഈസ് XX ആക്സിസ്, ഇത് YY ആക്സിസ്, പിന്നെ Z ആക്സിസ് ആക്ച്വലി ഇറ്റ് ഈസ് ടുവേർഡ്സ് ബോർഡാണ്, ഈ ബോർഡിലേക്കുള്ളതാണ്. ബട്ട് നമുക്കിങ്ങനെ അത് വരയ്ക്കാൻ പറ്റും. നമ്മളിപ്പോൾ 2Dയിൽ വരയ്ക്കുമ്പോൾ നമുക്കിങ്ങനെ വരയ്ക്കാൻ പറ്റും. ദാറ്റ് ഈസ് Z ആക്സിസ്. ഇതിൻ്റെ കേസിൽ എന്താണ്, അപ്പോൾ IZ എന്ന് പറഞ്ഞാൽ IZൻ്റെ കേസിൽ നമുക്ക് വരുന്നത് സർക്കുലർ ഡിസ്ക് ആണെങ്കിൽ അത് അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ mR²/2 ആണ്. ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. Z ഡയറക്ഷനിൽ, അതായത് കുത്തനെയുള്ള ഡയറക്ഷനിൽ. പിന്നെ നമുക്കുള്ള ഡയറക്ഷൻ എങ്ങനെയാണ്, നേരെ രണ്ടെണ്ണം. ഡയമീറ്ററിൻ്റെ രണ്ട് പ്ലെയിനാണ് ഇതിനുള്ളത്. ഒന്ന് ഇതിൻ്റെ കാരണം ഈ ഒരു പ്ലെയിൻ, ഇത് ആക്ച്വലി ഒരു 2D ഒബ്ജക്റ്റാണ്, ഇതിന് വലിയ തിക്നെസ് ഒന്നുമില്ല, നമ്മുടെ ഈ ഒരു നോട്ട്ബുക്ക് പോലെ. ഇതിനൊരു സർക്കുലർ ഷേപ്പാണ്, എങ്ങനെയുണ്ട് അതേമാതിരി. അപ്പം ഈ നോട്ട്ബുക്കിനോട് തുളച്ച് കയറി അകത്തോട്ട് പോകുന്ന ആക്സിസാണ് Z ആക്സിസ്. ആ Z ആക്സിസിൻ്റെ എന്താണ്, ആ Z ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് mR²/2, കുത്തനെയുള്ളത്. ഇനി നമുക്ക് ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇങ്ങനെയുള്ളത് എടുക്കാമല്ലോ, ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ളത് എടുക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ഇതുപോലെ തന്നെ ഒരു പെർപെൻഡിക്കുലർ തിയറമുണ്ട്, തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ്, OREM, തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ്. അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ഈ പറയുന്ന ഈ ലാമിന, അതായത് ഇങ്ങനെ പ്ലെയിൻ 2D ഫിഗേഴ്സിൻ്റെ കേസിൽ മാത്രമാണ് ഈ തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ്. നമ്മൾ പറഞ്ഞ മറ്റേ കേസ്, അതായത് പാരലൽ ആക്സിസ് തിയറം എന്ന് പറയുന്നത് നമുക്ക് ഏത് കേസിലും എടുക്കാം. അതായത് 3Dയുടെ കേസിലോ റോഡിൻ്റെ കേസിലോ 2Dയുടെ കേസിലോ ഒക്കെ പ്രാക്ടിക്കലാണ്, ഒക്കെ പോസിബിളാണ്. ബട്ട് ഈ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെയുള്ള ലാമിനാർ ഷേപ്പ്, അതായത് 2D ഷേപ്പ്, വളരെ തിൻ പ്ലേറ്റ്സിൽ മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള സാധനമാണ് പെർപെൻഡിക്കുലർ ആക്സിസ്. അതിൽ പറയുന്നത് എന്താണ്, IX, അതായത് ഈ പ്ലെയിനിലുള്ള സാധനമല്ല, തിരിച്ചുള്ളത്, ഈ പ്ലെയിനിലേ ഇല്ലാതെ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ അറിയാലോ, കുത്തനെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ആ പ്ലെയിനിലുള്ള ആ പ്ലെയിനിൽ ഒരു പ്ലെയിൻ ഉണ്ടെങ്കിൽ അതിന് എക്സും വൈയും ആക്സിസ് ഉണ്ടാകുമല്ലോ, ആ പ്ലെയിനിലുള്ള X ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും Y ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും ആഡ് ചെയ്താൽ അതിൻ്റെ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് Z ആക്സിസിലെ ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ്. അപ്പോൾ നമുക്ക് ഈ സർക്കുലർ ഡിസ്കിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, അതിന് Z ആക്സിസ് പെർപെൻഡിക്കുലർ ആക്സിസിനെ നമുക്ക് കിട്ടുന്നത് mR²/2 ആണ്. ഇനി നമുക്കറിയാലോ ഇത് സിമ്മട്രിക്കൽ ഫിഗറാണ്, അതുകൊണ്ട് IXXും IYYയും സെയിം ആയിരിക്കും അല്ലേ. IX = IY, അത് രണ്ടും നമുക്കറിയാം. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഇക്വേഷൻ അനുസരിച്ച് എന്താണ്, IZ = IX + IY. അപ്പോൾ ഇത് രണ്ട് സെയിം ആണെങ്കിൽ എന്താണ് 2I. അപ്പോൾ IX = IY എന്ന് പറയുന്നത് എന്തായിരിക്കും, IZ/2 അല്ലേ. ഇത് രണ്ടും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോന്നിനും എന്തായിരിക്കും, ടോട്ടൽ നമുക്കറിയാം IZ, അതിൻ്റെ വാല്യൂ ആണ് നമ്മുടെ സോ mR²/2. സോ IXും IYയും കൂടെ ചേർന്ന് കഴിയുമ്പോൾ അതിൻ്റെ പകുതിയായിരിക്കും. സോ IX = mR²/4, IY = mR²/4. എന്തിൻ്റെ കേസിലാണ്, ഈ സർക്കുലർ ഡിസ്കിൻ്റെ കേസിൽ. ആൻഡ് IZ = mR²/2. നിങ്ങൾ Z ഓർത്താൽ മതി, അതിന് നേരെ പകുതിയായിരിക്കും XXും YYയിലും ഉള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഇതേമാതിരി തന്നെ കേസ്, ഇപ്പോൾ ഇതല്ല, ഈ സർക്കുലർ ഡിസ്കിന് പകരം സർക്കുലർ റിംഗ് ആണെന്ന് കരുതുക. ഓക്കെ,
സർക്കുലർ റിങ്ങിൻ്റെ കേസിലും ഇതേപോലെ തന്നെ ഒരു ലാമിനാർ ആണെന്ന് വിചാരിക്കാം. ലാമിനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, തിന്നായിട്ടുള്ള ഒരു സർക്കുലർ ഡിസ്ക്. നമുക്ക് കാറിൻ്റെയൊക്കെ വീലോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് വീലോ അതൊക്കെ നമുക്ക് റിങ്ങിൽ ഉൾപ്പെടുത്താം. അപ്പോൾ വീൽ എന്ന് പറയുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ സോളിഡാണ്, ഫുൾ ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഗ്യാപ്പൊന്നുമില്ല, കംപ്ലീറ്റ് ആണ്. പക്ഷേ റിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ആ റിങ്ങിന് നമുക്കൊരു ഇങ്ങനെ ആയിരിക്കും അല്ലേ, ഉള്ളിലൊന്നുമില്ല, പക്ഷെ ഒരു റിങ് പോലെ അകത്തൊന്നുമില്ല, ഇങ്ങനെ. ഇതിന് ഇതുപോലെ തന്നെ നമുക്കൊരു എക്സ് ആക്സിസ് ഉണ്ടാകും. ദിസ് ഈസ് അവർ ഇസഡ് ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ഇതാണ് പ്ലെയിൻ, പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ആണ് നമ്മുടെ ഇസഡ് ആക്സിസ്. ദിസ് ഈസ് അവർ എക്സ് ആക്സിസ്, ദിസ് ഈസ് വൈ. ഓക്കെ, ദിസ് ഈസ് അവർ ഒറിജിൻ. ഇതിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ IZ എന്ന് പറഞ്ഞ റിങ്, സർക്കുലർ റിങ്ങിൻ്റെ കേസിൽ IZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ഇതിലും R എന്ന് പറഞ്ഞാൽ ഇതാണ് റേഡിയസ്, MR² ആണ് എന്ത്? IZ. അപ്പം നമുക്കറിയാമല്ലോ, നമ്മൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വെച്ചിട്ട് IZ Z എഴുതിയാലും മതി, IX + IY. സോ നമ്മുടെ IX = MR²/2, IY = MR²/2. അപ്പോൾ ഈ രണ്ടിൻ്റെ കേസ് നിങ്ങൾ എന്തായാലും ഓർക്കുക. സർക്കുലർ റിങ്ങിന് ഇത് സർക്കുലർ ഡിസ്ക് വന്നിട്ട് ഇതിൻ്റെ പകുതിയേ ഉള്ളൂ, MR²/2 ആണ് എന്ത്? നമ്മുടെ IZ. IXും IY എന്ന് പറയുന്നത് IX = IY എന്ന് പറഞ്ഞ ഡിസ്കിൻ്റെ കേസിൽ MR²/4, ഇതിൻ്റെ കേസിൽ MR²/2 IX. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. ഈ സെയിം കേസ് തന്നെയാണ് സിലിണ്ടറിൽ വരുന്നത്. സിലിണ്ടറിലും ഇതുപോലെ തന്നെ സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ അത് ഇങ്ങനെ ഇങ്ങനെയുള്ള ഈ പ്ലാനിൽ വന്ന ഇങ്ങനത്തെ പെർപെൻഡിക്കുലർ ആക്സിസിൽ വരുന്നത് MR². സർക്കുലർ അതായത് ഹോളോ സിലിണ്ടർ ആണെങ്കിൽ ഇറ്റ് ഈസ് MR². സോളിഡ് സിലിണ്ടറിൻ്റെ കേസിൽ വരുമ്പോൾ ഇറ്റ് ഈസ് MR²/2. അപ്പോൾ ഈ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഇതെല്ലാം നിങ്ങൾ ഓർത്തിരിക്കാൻ നന്നായിട്ട് കാണാതെ പഠിച്ചേ പറ്റൂ. സർക്കുലർ റിങ്, അതുപോലെ തന്നെ സർക്കുലർ ഡിസ്ക്, പിന്നെ നമ്മുടെ പ്ലെയിൻ റോഡ്, അതുപോലെ തന്നെ സിലിണ്ടറും മറ്റേതും ഞാൻ സിലിണ്ടറും കൂടി ഇപ്പോൾ നോക്കിയേക്കാം അല്ലേ. അപ്പോൾ പാരലൽ ആക്സിസ്, ഇതിൻ്റെ തന്നെ പാരലൽ ആക്സിസ് തിയറവും കൂടെ നമുക്ക് നോക്കാം. സർക്കുലർ റിങ്. ഇപ്പോൾ സർക്കുലർ റിങ് നമുക്ക് സർക്കുലർ റിങ്ങോ സർക്കുലർ ഡിസ്കോ ഒക്കെ ചോദിക്കും. എപ്പോഴും കോമൺ ആയിട്ട് ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സർക്കുലർ ഡിസ്ക് തന്നിട്ടുണ്ട്, എന്നിട്ട് ഓക്കെ ഇത് നമുക്കറിയാം, ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും. അതായത് ചിലപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പെർപെൻഡിക്കുലർ ആക്സിസ് ഉണ്ട്. ഇതാണ് ഡയമെട്രിക്കൽ ആക്സിസ് എന്ന് പറയുന്നത്. നമ്മുടെ IXX IY ആണ് ഡയമെട്രിക്കൽ ആക്സിസ് എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ആയിരിക്കും. അപ്പോൾ എന്താ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കി. ഇപ്പോൾ ഇൻ കേസ് ഒരു ടാൻജൻറ്റ് ഇങ്ങനെ വരുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് നമുക്ക് IX അറിയാം, ഈ ടാൻജൻറ്റ് I ടാൻജൻറ്റ്. അപ്പോൾ ഓൺ ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് I ടാൻജൻറ്റ് അങ്ങനെ ചോദിച്ചാൽ എന്ത് പറയും? നമുക്കറിയാം മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് IX എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇതിപ്പം സർക്കുലർ ഡിസ്ക് ആണെന്ന് വിചാരിക്കുക. സർക്കുലർ ഡിസ്കിൻ്റെ IX എന്ന് പറയുന്നത് MR²/4, IZ എന്ന് പറഞ്ഞാൽ MR²/2. അപ്പോൾ IX എന്ന് പറയുന്നത് നമുക്ക് ഇത് MR²/4 ആണെന്ന് നമുക്കറിയാം. IXX നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എബൌട്ട് I ടാൻജൻ്റ് ആണ്. എബൌട്ട് I ടാൻജൻഷ്യലായിട്ടൊരു ലൈൻ ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളോട് I ചോദിക്കുവാണെങ്കിൽ സോ IT എന്ന് പറയുന്നത് ഇറ്റ് ഈസ് MR²/4 IX പ്ലസ്, കാരണം ഇതിന് പാരലലായിട്ടുള്ള ലൈനാണല്ലോ ഈ ടാൻജൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സോ പ്ലസ് M ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എത്ര ആക്ച്വലി R. ഈ ആക്സിസിൽ നിന്നും നമുക്ക് വേണ്ട ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക, ദാറ്റ് ഈസ് R. M ഇൻറ്റു R², ഇത്രയേ ഉള്ളൂ. ഇത് നമ്മളങ്ങോട്ട് കൂട്ടിയെടുത്താൽ മതി. ഇപ്പം 4ഉം 1ഉം എത്ര വരും? ദിസ് ഈസ് ആക്ച്വലി 4/4, സോ 5/4 അല്ലേ, 5/4 MR². അതായിരിക്കും അതിൻ്റെ ഉത്തരം. അതായത് ഒരു ടാൻജൻഷ്യൽ ആക്സിസ്. ഇത് തന്നെ എന്തും വരാം. ചിലപ്പോൾ ചോദിക്കുന്നത് എന്തായിരിക്കും, നിങ്ങൾക്ക് ഒരു പെർപെൻഡിക്കുലർ ആക്സിസ് ഇവിടെ ഉണ്ട്, ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിൻ്റെ പാരലലായിട്ടുള്ള ടാൻജൻറ്റ് ചോദിക്കാം. അപ്പം പെർപെൻഡിക്കുലർ ആക്സിസ് നമ്മുടെ IZ ആണ്, അതായത് കുത്തനെ. അതിൻ്റെ പെർപെൻഡിക്കുലറായി അതിന് വന്നിട്ട് അതിന് പാരലലായിട്ടുള്ള എന്തെങ്കിലും ടാൻജൻറ്റോ എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ അത് ഈ രീതിയിൽ വരും. അങ്ങനെ വരുന്ന കേസിൽ IZ എന്ന് പറയുന്നത് നമുക്കറിയാം MR²/2. അങ്ങനത്തെ കേസിൽ I ടാൻജൻറ്റ് 2 എന്ന് പറയുന്നത് എഗെയിൻ MR²/2 പ്ലസ്
അവിടെയും നമുക്ക് എം ആർ സ്ക്വയർ തന്നെയായിരിക്കും വരുന്നത്. സോ ഇറ്റ് ബിക്കംസ് 3/2 mr². അതായത് അപ്പോൾ ഏത് ആക്സിസിലാണ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഡയമെട്രിക്കൽ ആക്സിസ് ആണെന്ന് പറയുകയാണെങ്കിൽ സർക്കുലർ ഡിസ്കിൻ്റെ കേസിൽ ഇറ്റ് IXX അല്ലെങ്കിൽ IYYനെയൊക്കെയാണ് നമ്മൾ ഡയമെട്രിക്കൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ. എബൌട്ട് ദ ഡയമീറ്റർ, ഈ പ്ലെയിനിൽ തന്നെയുള്ള സാധനമാണ് ഡയമീറ്റർ. അത് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് mr²/4. പിന്നെ അതിന് എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ അടുത്തത് എടുക്കുക, അത് ആഡ് ചെയ്യുക. ഇസഡിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് IZS. ഇനി ഇതുപോലെ തന്നെ നമ്മൾ റിങ്ങിൻ്റെ കേസ് പറയുവാണെങ്കിലും ഇതേപോലെ തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്തത് നോക്കാം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ റോഡ് എടുക്കുവാണെങ്കിൽ യൂണിഫോം റോഡ് എടുക്കുവാണെങ്കിൽ അതിൻ്റെ ലെങ്ത് എല്ലാമാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ കൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് ചോദിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ml²/12. പക്ഷേ ഏതെങ്കിലും എൻഡിൽ നിന്ന് ഈ എൻഡോ ഏതെങ്കിലും എൻഡിൽ നിന്ന് എഡ്ജിൽ നിന്നുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് ml²/3. ഇനി ഇതേമാതിരി തന്നെ സർക്കുലർ റിംഗ് ആണ് വരുന്നതെങ്കിൽ പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ദാറ്റ് ഈസ് IZ, ദാറ്റ് ഈസ് mr² എന്ന് പറയുന്നത്. ദെൻ ഡയമെട്രിക്കൽ ആക്സിസ് അല്ലെങ്കിൽ എലോങ് ദ പ്ലെയിൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് IX അല്ലെങ്കിൽ IY, ദാറ്റ് ഈസ് mr²/2. IYയും അത് തന്നെ mr²/2. ഇനി പറയുന്നത് സർക്കുലർ ഡിസ്കിൻ്റെ കേസ് ആണെങ്കിൽ പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് IZ എന്ന് പറഞ്ഞാൽ mr²/2, IX അല്ലെങ്കിൽ IY എന്ന് പറഞ്ഞാൽ mr²/4. ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് മനസ്സിലാകും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഫിയർ, ഒരു ചെറിയ ആ ബോൾ ഹോളോ ആണെങ്കിൽ അതിനകത്തൊന്നുമില്ല, ഹോളോ ബോളാണെങ്കിൽ ദെൻ ആ ബോളിൻ്റെ കേസിൽ നമുക്ക് IXും IYയും IZും എല്ലാം സെയിം ആയിരിക്കും. സോ ഹോളോ സ്ഫിയർ ആണെങ്കിൽ ഇറ്റ് ഈസ് 2/3 mr² ആയിരിക്കും. പക്ഷേ അത് സോളിഡ് ബോൾ, നല്ല കട്ടിക്കുള്ള ബോൾ, ഫുൾ അകത്തെല്ലാം ഫില്ല് ചെയ്തിട്ടുള്ള സാധനമാണെങ്കിൽ, സോളിഡ് സ്ഫിയർ ആണെങ്കിൽ ഇറ്റ് ഈസ് 2/5 mr². ഇനി ബാക്കിയുള്ള കുറച്ചും കൂടെ ഉണ്ട്. ട്രയാങ്കിൾ ഉണ്ടോ അതൊന്നും ട്രയാങ്കിൾ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ അത്ര അധികമൊന്നും വന്ന് കണ്ടിട്ടില്ല. ബട്ട് ഇത് ഇത്രയും നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കണം. ml²/12, ml²/3 ഇത് നമുക്ക് കണ്ടുപിടിക്കാം. ഈ സെൻറ്റർ അറിയാമെങ്കിൽ മറ്റേത് വെച്ച് കണ്ടുപിടിക്കാം. പിന്നെ സർക്കുലർ റിങ്ങിൻ്റെ mr², അതിൻ്റെ പകുതിയാണ് മറ്റതൊക്കെ. സർക്കുലർ ഡിസ്കിൻ്റെ mr²/2, ഹോളോ സ്ഫിയർ 2/3, ഹോളോനേക്കാളും കൂടുതൽ എപ്പോഴും വന്ന് കണ്ടിട്ടുള്ള സോളിഡ് സ്ഫിയർ ആണ് 2/5. അപ്പോൾ ഇത്രയൊക്കെ എന്തായാലും പഠിക്കണം. കുറച്ച് നമ്മുടെ സിലിണ്ടറും കൂടെ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. അത് നോക്കാം. അടുത്തത് നമുക്ക് ഹോളോ സിലിണ്ടർ നോക്കാം. ഹോളോ സിലിണ്ടറിൻ്റെ കേസിൽ ഹോളോ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മൾ ഒരു പൈപ്പ് പോലത്തെ ഒരു സാധനം, അതിൽ ടോപ്പ് നമ്മുടെ സർക്കുലർ റൗണ്ട് പോലെയുള്ള ഭാഗം എന്ന് വെച്ചാൽ റിങ്ങിൻ്റെ എക്സാക്ട്ലി ഇറ്റ്സ് സെയിം ആസ് റിങ്. ആ കേസിൽ വരുമ്പോൾ അതിൻ്റെ എബൌട്ട് ആ ഒരു സർക്കിളിൻ്റെ സർക്കുലറിൻ്റെ സെൻറ്ററിൽ കൂടെ ആ റേഡിയസിൻ്റെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണെങ്കിൽ ദാറ്റ് ഈസ് mr², സെയിം ആസ് റിങ്. ബാക്കി മറ്റേ ആക്സിസ് ഉണ്ടല്ലോ, അല്ലാതെ തിരിച്ച് ലെങ്ത് വൈസ്, ഇതിൻ്റെ ലെങ്ത് എല്ലാം ആണെങ്കിൽ ആ ലെങ്ത് വൈസ് ഉള്ള ആക്സിസിന് വരുന്നത് mr²/2 പ്ലസ് ml²/12. ഇതറിയാലോ, നമ്മൾ ആ സർക്കുലർ സാധാരണ റോഡ് കണ്ടില്ലേ, അതിൻ്റെയാണ് ml²/12. അതും പിന്നെ mr²/2 കൂടെ ചേർത്താൽ മതി. ഇതേമാതിരി തന്നെ സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ ത്രൂ ദ റേഡിയസ്, ആ സർക്കുലർ റേഡിയസിലൂടെ പോകുന്ന ആക്സിസ് ആണെങ്കിൽ അതിന് mr²/2. അതായത് ഡിസ്കിൻ്റെ കേസ് തന്നെയാണ് സോളിഡ് സിലിണ്ടർ വരുമ്പോൾ. അതേപോലെ തന്നെ തിരിച്ച് ഈ ലെങ്ത് ഇതാണെങ്കിൽ ഇങ്ങനെയുള്ള ആക്സിസിൽ വരുന്ന mr²/4 പ്ലസ് ml²/12. പിന്നെ സ്ക്വയറിൻ്റെ കേസിൽ IZ എന്ന് പറഞ്ഞാൽ ma²/6, A എന്ന് പറഞ്ഞാൽ ഒരു സൈഡ്, IXX IYY എന്ന് പറഞ്ഞാൽ ma²/12. ഇതൊന്നും അധികമൊന്നും വരില്ല, എന്നാലും ഇൻ കേസ് വന്നാലോ എന്ന് ചോദിച്ചാൽ മെയിനായിട്ട് റിങ്, ഡിസ്ക്, സിലിണ്ടർ, ഹോളോ സിലിണ്ടർ, സോളിഡ് സിലിണ്ടർ, അതേപോലെ തന്നെ പിന്നെ നമ്മൾ പഠിച്ചത് വീല്, ടയർ, അതൊക്കെ ഡിസ്കിൽ വരും. സ്ഫിയർ, സോളിഡ് സ്ഫിയർ, ഹോളോ സ്ഫിയർ, ഈ 6 കേസ് എന്തായാലും പഠിച്ചിരിക്കുക. ബാക്കി ഇതൊക്കെ നോക്കാം. ഇനി ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു ലാമിനെ ആണെങ്കിൽ എബൌട്ട് ദ ബേസ്, അതിൻ്റെ ബേസിനെ വെച്ചിട്ടാണ് ബേസ് ആണ് ആക്സിസ് എങ്കിൽ ദാറ്റ് ബിക്കംസ് mh²/6. H എന്ന് പറയുന്നത് ആ ഹൈറ്റ്, ആ ബേസിൽ നിന്നും അതിൻ്റെ ആ എഡ്ജായിട്ടുള്ള കോർണർ പോയിൻ്റ് ഇല്ലേ, അവിടേക്കുള്ള ഹൈറ്റാണ് H. അപ്പോൾ ഇനി ഇത് വെച്ചിട്ടുള്ള നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാം. ഞാൻ നിങ്ങൾക്കുള്ള ഒരു എളുപ്പത്തിന് അല്ലെങ്കിൽ ഇടയ്ക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇട്ടേക്കുവാണ്. സർക്കുലർ റിങ്ങിൻ്റെ പെർപെൻഡിക്കുലർ ആക്സിസിലുള്ള IZ എന്ന് പറഞ്ഞാൽ mr² ആണ്. അപ്പോൾ നമുക്ക് ഡയമെട്രിക്കൽ ആക്സിസ് അറിയാമല്ലോ, mr²/2
എക്സിലായിരിക്കും, എം ആർ സ്ക്വയർ ബൈ 2 വൈയിലും അത് തന്നെയായിരിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കുലർ ഡിസ്കിൽ എം ആർ സ്ക്വയർ ബൈ 2 എന്താണ് ഇസഡ് ആക്സിസിൽ, അതായത് പെർപെൻഡിക്കുലർ ആക്സിസിൽ. ഡയമെട്രിക്കൽ ആക്സിസിൽ എം ആർ സ്ക്വയർ ബൈ 4 വരും. ഒരു സ്ഫിയർ എന്ന് വെച്ചാൽ ബോൾ, അതിൽ ഹോളോ സ്ഫിയർ ആണെങ്കിൽ 2/3 എം ആർ സ്ക്വയർ, സോളിഡ് സ്ഫിയർ ആണെങ്കിൽ ഇറ്റ് ഈസ് 2/5. പിന്നെ നമ്മുടെ ജസ്റ്റ് ഒരു റോഡ് ആണെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ, കറക്റ്റ് സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന കഴിഞ്ഞാൽ ആക്സിസിന് എം ആർ സ്ക്വയർ ബൈ 12, എൻഡിലുള്ള ആക്സിസിന് എം ആർ സ്ക്വയർ ബൈ 3. ഇനി നമ്മുടെ ബി ഫാമിൽ 2025 വന്ന ഒരു സിമ്പിൾ പ്രോബ്ലം ആണ്. ഇഫ് ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, എന്താ ചോദിച്ചേക്കുന്നത്, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ സർക്കുലർ ഡിസ്ക്, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ സർക്കുലർ ഡിസ്ക് ആണ് ചോദിച്ചേക്കുന്നത്. എബൌട്ട് ഇറ്റ് സെൻട്രൽ ആക്സിസ് ആണ് ചോദിച്ചേക്കുന്നത്, പറഞ്ഞേക്കുന്നത് ദാറ്റ് ഈസ് ഐ. സെൻട്രൽ ആക്സിസിലൂടെ ഉള്ള ഒരു മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഒരു സർക്കുലർ ഡിസ്കിൻ്റെ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഐ. അങ്ങനെയാണെങ്കിൽ ഫോർ ദ സെയിം ഡിസ്ക് എബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ ഈസ്, എന്ന് വെച്ചാൽ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ, നമ്മുടെ കയ്യിലൊരു സർക്കുലർ ഡിസ്ക് ഉണ്ട്, ഡിസ്ക്കാണ്, റിങ് അല്ല, ഡിസ്ക്കാണ്. ഡിസ്കിൻ്റെ സെൻട്രൽ ആക്സിസിലൂടെ ഉള്ളത്, ഇങ്ങനെ പെർപെൻഡിക്കുലർ ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ആസ് ഐ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡയമെട്രിക്കൽ ആക്സിസ് എന്താ, ഇസഡ് ആണ് തന്നേക്കുന്നത്, ഇസഡ് തന്നിട്ടുണ്ട്, അതായത് ഐ ഇസഡ് എന്ന് പറയുന്നത് ഐ. അങ്ങനെയാണെങ്കിൽ ഐ എക്സോ ഐ വൈയോ എന്തേലും ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും, ഐ ഇസഡ് ആക്ച്വലി നമ്മുടെ ഇതിൻ്റെ കേസിൽ എം ആർ സ്ക്വയർ ബൈ 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഐ എക്സ് എന്ന് പറയുന്നത് എഗെയിൻ എം ആർ സ്ക്വയർ ബൈ 4 ആയിരിക്കും. എം ആർ സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നത് ഐ തന്നിട്ടുണ്ട്, സോ ഐ എക്സ് എന്ന് പറയുന്നത് ഐ ബൈ 2 ആയിരിക്കും. എന്താണോ ഇസഡ് ആക്സിലുള്ളത് അതിൻ്റെ പകുതി ആയിരിക്കും ഡയമെട്രിക്കൽ ആക്സിസിലുള്ളത്. സോ ഇഫ് ഇറ്റ് ഈസ് ഐ, ഇറ്റ് ബിക്കംസ് ഐ ബൈ 2. സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുക. ഇത് അറിയാമെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇതിനുള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ ഇക്വേഷൻസ്, ആ MOIൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നമ്മൾ മനഃപ്പാടമാക്കി വെക്കുക. നെക്സ്റ്റ് പ്രോബ്ലം 2022 കീമിലൊരു പ്രോബ്ലമാണ്. നമുക്ക് ഈ ബേസിക് ഇക്വേഷൻസ് ഒക്കെ അറിയാമെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. എ സോളിഡ് മെറ്റൽ സിലിണ്ടർ എ ആൻഡ് എ ഹോളോ മെറ്റൽ സിലിണ്ടർ ബി. ഒരെണ്ണം ഫസ്റ്റ് വൺ സോളിഡ് മെറ്റൽ സിലിണ്ടർ ആണ്, ദാറ്റ് ഈസ് എ. അനദർ ഈസ് എ ഹോളോ മെറ്റൽ സിലിണ്ടർ ബി. ഹാവ് സെയിം മാസ്, ഓക്കെ, നോട്ട് ദ പോയിന്റ്, ബട്ട് their radii are in the ratio 2:1. Then the ratio of their moment of inertia about their own axis. അപ്പം നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, രണ്ട് സിലിണ്ടർ ഉണ്ട്. ഒരെണ്ണം സോളിഡ് ആണ്, അപ്പോൾ സോളിഡ് സിലിണ്ടർ ഉണ്ട്, ഒരു ഹോളോ സിലിണ്ടർ ഉണ്ട്. അതിൻ്റെ രണ്ടിന് സെയിം മാസ്. അപ്പോൾ മാസ് ഓഫ് എ ഈക്വൽ ടു മാസ് ഓഫ് ബി ഈക്വൽ ടു എം, രണ്ട് സെയിം ആണ്. ബട്ട് ദെയർ റേഡിയൈ, അപ്പോൾ റേഡിയസ് ഓഫ് എ ഈസ് ടു റേഡിയസ് ഓഫ് ബി ഇസ് ഈക്വൽ ടു എന്താണ്, 2:1. അതായത് RA/RB എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2/1. ഓക്കെ, ദാറ്റ് ഈസ് കറക്റ്റ്. ഇനി ചോദിച്ചേക്കുന്നത് MOI ആയി. അപ്പം മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അല്ലെങ്കിൽ ഐ ഓഫ് എ എന്തായിരിക്കും, ഫസ്റ്റ് കേസ് സോളിഡ് മെറ്റൽ സിലിണ്ടർ. സോളിഡ് മെറ്റൽ സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആസ് നമ്മുടെ സർക്കുലർ ഡിസ്ക് പോലെ തന്നെയാണ്. സോ അതിൻ്റെ എ എന്ന് പറയുന്നത് mr²/2. ഓക്കെ, അപ്പോൾ നമുക്ക് ആറ് എഴുതാം, എം സെയിം ആണല്ലോ, അങ്ങനെ തന്നെ എഴുതാം. സോ ഐ ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്, ഐ ഓഫ് ബി എന്ന് പറയുന്നത് നമ്മുടെ ഹോളോ സ്ഫിയറാണ്. ഹോളോ സ്ഫിയറിൻ്റെ കേസിൽ എന്ത് വരും, ഹോളോ സ്ഫിയർ അല്ല, ഹോളോ സിലിണ്ടർ, ഹോളോ മെറ്റൽ സിലിണ്ടർ എന്ന് പറയുമ്പം mr², ഇത്രയേ ഉള്ളൂ, അതിന് താഴേക്കില്ല. ഇത് നമ്മുടെ ഹോളോ റിങ്ങിൻ്റെ കേസ് അനുസരിച്ചാണ് വരുന്നത്, ഇത് നമ്മുടെ ഡിസ്കിൻ്റെ കേസ്. അപ്പോൾ രണ്ടിൻ്റെയും നമുക്ക് IA-യും IB അറിയാലും നമ്മളോട് ചോദിച്ചേക്കുന്നത് IA/IB. ഓക്കെ, IA നമുക്ക് എത്ര കിട്ടി, mRA²/2, പിന്നെ IB എന്ന് പറയുന്നത് mRB². ഈ ക്യാൻസൽ ചെയ്യാമല്ലോ, നമുക്ക് RA/RB, R 1/2 ഇൻറ്റു RA/RB ദ ഹോൾ സ്ക്വയർ, അതല്ലേ നമുക്ക് കിട്ടിയത്. സോ 1/2 ഇൻറ്റു RA/RB എത്രയാണ്, 2/1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1/2 ഇൻറ്റു 4 അല്ലേ. സോ ഇറ്റ് ബിക്കംസ്
ഇത് നമ്മൾ വെട്ടിപ്പോകുമ്പോൾ 2/1. അപ്പം നമ്മുടെ IA/IB = 2:1. ഇതായിരിക്കും ആൻസർ. സിമ്പിൾ അല്ലേ? ഈ ഫോർമുല, ഈ ഇക്വേഷൻസ് മാത്രം നമ്മൾ ഓർത്താൽ മതി ഡിസ്കിൻ്റെ കേസിൽ, റിങ്ങിൻ്റെ കേസിൽ. അപ്പോൾ അത് തന്നെയായിരിക്കും സോളിഡ് മെറ്റൽ സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആസ് നമ്മുടെ സോളിഡ് ഡിസ്ക് ആണ്. ഹോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളോ സിലിണ്ടർ ആണെങ്കിൽ സെയിം ആസ് ഇറ്റ്സ് ഓൺ ആക്സിസ്. ഇനി തിരിച്ച് ലെങ്ത്തിലുള്ള ആക്സിസ് ആണെങ്കിൽ ഇറ്റ് ബിക്കംസ് ഡിഫറെൻറ്റ്. ബട്ട് നമ്മുടെ ആ സർക്കുലർ ഡയമീറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ mr²/2. അനദറിൻ്റെ ഇക്വേഷൻ mr² ആണ്. എന്ത്? റിങ്ങിൻ്റെ അല്ലെങ്കിൽ ഹോളോ സിലിണ്ടറിൻ്റെ. അപ്പോൾ അത് വെച്ച് നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻസും ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതും മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് എപ്പോഴും തെറ്റ് പറ്റുന്നത് നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. എനിക്കിത് ചെയ്യാൻ അറിയാമോ എന്നൊക്കെ പറഞ്ഞ് സില്ലി മിസ്റ്റേക്സ് നമ്മൾ വരുത്തും. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ തെറ്റിപ്പോയി എന്ന് പറയും. അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ കുറേ എപ്പോഴും നിങ്ങൾ ബുക്കും പ്രോബ്ലംസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എപ്പോഴും ബുക്കും പേപ്പറും പേനയുമായിട്ടിരിക്കുക. എന്നിട്ട് ഇത് സ്വന്തമായി ചെയ്ത് നോക്കുക. തെറ്റിപ്പോയെങ്കിലും കുഴപ്പമില്ല, ഒന്നുകൂടെ ചെയ്യുക. അങ്ങനെ 2-3 പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം തന്നെയാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അതിൻ്റെ ആ കോൺസെപ്റ്റും കാര്യങ്ങളും ഒക്കെ മനസ്സിലിങ്ങനെ നിന്നോളും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒട്ടും ഡിമോട്ടിവേറ്റ് ആവരുത്. ഒരെണ്ണം കിട്ടിയില്ല എന്ന് വിചാരിച്ച് ട്രൈ ചെയ്യുക. പിന്നെ ഇതേപോലെ തന്നെ നിങ്ങൾ മോക്ക് ടെസ്റ്റിലൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. എല്ലാ മിസ്റ്റേക്സും നമ്മൾ ഇപ്പം തന്നെ വരുത്തുക. എക്സാമിനേഷൻ ഹോളിൽ നമുക്ക് മിസ്റ്റേക്ക് വരുത്താനുള്ള ഒരു സമയമേ ഇല്ല. ഓക്കെ, അപ്പോൾ എന്തുമാത്രം മിസ്റ്റേക്ക് വരുത്തുന്നു എന്ന് പറയുമ്പോഴാണ് നമുക്കത് പിന്നെ ചെയ്യാനുള്ളൊരു മടി വരുന്നത്. അതൊന്നും വിചാരിക്കേണ്ട, കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടേയിരിക്കുക. അടുത്തൊരു പ്രോബ്ലം നോക്കാം. അതായത് അക്കീം 2023 വന്നതാണ്. അത്രയ്ക്ക് അങ്ങോട്ട് ഡയറക്റ്റ് അല്ല, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. 2 ഐഡൻറ്റിക്കൽ സോളിഡ് സ്ഫിയർ, 2 ഐഡൻറ്റിക്കൽ സോളിഡ് സ്ഫിയേഴ്സ് ഉണ്ട്. 2 ഐഡൻറ്റിക്കലാണ് സോളിഡ് സ്ഫിയേഴ്സാണ്. ഈച്ച് ഓഫ് റേഡിയസ് 10 സെൻറ്റിമീറ്റേഴ്സ്. ഓരോന്നിൻ്റെയും റേഡിയസ് 10 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ആർ കെപ്റ്റ് ഇൻ കോൺടാക്റ്റ് ഇഫ് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സിസ്റ്റം എബൌട്ട് ദ ടാൻജൻറ്റ് പാസിംഗ് ത്രൂ ദ പോയിൻ്റ് ഓഫ് കോണ്ടാക്ട് ഈസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ തന്നിട്ടുണ്ട്. ആ തന്നിരിക്കുന്നത് എവിടെയാണ്? ടാൻജൻറ്റിലാണ്. ആ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിലുള്ള ടാൻജൻറ്റിൻ്റെ പൊസിഷനിലാണ് തന്നേക്കുന്നത്. ആൻഡ് ദാറ്റ് ആക്സിസ്, ആ ടാൻജൻറ്റ് ആക്സിസിലാണ് തന്നേക്കുന്നത്. ആൻഡ് ദാറ്റ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഈസ് 0.14 kgm². അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് ഈച്ച് സ്ഫിയർ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. അതായത് 2 സോളിഡ് സ്ഫിയർ, സോളിഡാണ്, ഹോളല്ലല്ലോ, സോളിഡ് സ്ഫിയർ ഇങ്ങനെ ഇരിക്കുന്നു, മുട്ടിയിരിക്കുന്നു. 2ൻ്റെയും സെയിം മാസാണ്, സെയിം റേഡിയസ് ആണ്. ഓക്കെ, അപ്പോൾ റേഡിയസ് സെയിം ആണ്. എന്താണത്? 10 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ മാസാണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ മാസ് ഓഫ്. രണ്ടിനും സെയിം മാസാണ്. ഓക്കെ, പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ? നമ്മളുടെ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിലൂടെയുള്ള ആക്സിസ് ആണ്. ഓക്കെ, ഇതാണ് നമ്മളോട് നമുക്ക് തന്നിരിക്കുന്ന ആക്സിസ് അല്ലേ. ഈ ടാൻജൻറ്റ് ആക്സിസ് ആണ് നമുക്ക് തന്നേക്കുന്നത്. അതാണ് എന്ത്? ഐ. സോ ഐ ത്രൂ ദാറ്റ് ആക്സിസ്, ഞാൻ എന്ത് എഴുതുന്നത്? ടാൻജൻ്റ് എന്ന് എടുക്കാവേ. ഐ ടാൻജൻറ്റ് ഈസ് ഗിവൺ ആസ് എത്രയാണ്? 0.14 kgm². പിന്നെ നമുക്ക് തന്നേക്കുന്നത് റേഡിയസ് ഈസ് 10 സെൻറ്റിമീറ്റർ, ദാറ്റ് മീൻസ് 0.1 മീറ്റർ. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് കേസ്. ഇത് നമുക്കറിയാമല്ലോ. നമുക്ക് ഏതാ അറിയാവുന്നത്? ഒരു സോളിഡ് സ്ഫിയറിൻ്റെ കേസിൽ നമുക്ക് ത്രൂ സെൻറ്റർ, സോളിഡ് സ്ഫിയറിൽ IXX IYY എല്ലാം സെയിമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാധനം നമുക്കറിയാം. ഈ സിലിണ്ടറിൻ്റെയും ഇങ്ങനെയുള്ളത് അറിയാം. അതെത്രയായിരിക്കും? സോ അവർ ഐ, ആ സ്ഫിയറിൻ്റെ കേസിൽ, സോളിഡ് സ്ഫിയറിൻ്റെ കേസിൽ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/5 mr². ഓക്കെ, അപ്പം നമ്മൾക്ക് IT, ഈ IT ഇതിൻ്റെ കേസിൽ IT നോക്കാം. IT നമ്മൾ എന്താണ്? പാരലൽ ആക്സിസ് തിയറം പഠിച്ചതനുസരിച്ച് ഏതെങ്കിലും ഒരു ബോഡിയുടെ നമുക്ക് സെൻറ്ററിലൂടെ ഉള്ള ഒരു ആക്സിസ് അറിയാമെങ്കിൽ ഇതിൻ്റെ പാരലലായിട്ടാണല്ലോ ഈ ടാൻജൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ സെൻറ്ററിലുള്ളത് +m ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എത്രയാണോ അതിൻ്റെ സ്ക്വയർ, അത്രയേ ഉള്ളൂ. സോ ഫസ്റ്റ് ഇത് A, ദിസ് വൺ ഈസ് B. എയുടെ കേസിൽ IT ഓഫ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കണ്ടുപിടിക്കണം. നമ്മൾ IT, ഈ എയിനെ ബേസ് ചെയ്ത് IT എത്ര വരും? ദാറ്റ് ഈസ് I ഓഫ് A 2/5 mr² പ്ലസ് m ഇൻറ്റു അതിൻ്റെ R എത്ര? ഈ R തന്നെ, ഈ ഡിസ്റ്റൻസ് തന്നെ, m ഇൻറ്റു R².
ഇതേമാതിരി തന്നെയല്ലേ മറ്റതും വരിക, ഐ ടി ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/5. ഇതിൻ്റെ കേസിലും ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് 2/5 mr² ആണ്. എഗെയിൻ അതിന് ഈ ടാൻജൻഷ്യലായിട്ട് വരുമ്പോഴത്തേക്കും ആ എം ഇൻറ്റു ഇതിൻ്റെ സ്ക്വയർ. സോ എം ഇൻറ്റു ആ ഡിസ്റ്റൻസ് റേഡിയസ് തന്നെയാണ് mr². ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം ഏതെങ്കിലും നമ്മുടെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസിൻ്റെ ആണ് നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണമെങ്കിൽ ആ സെൻറ്ററിൽ കൂടെ പോകുന്ന ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ പ്ലസ് ടോട്ടൽ മാസ് ഇൻറ്റു അതും ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് mr². ഇനി നമ്മുടെ ടോട്ടൽ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ പോരെ, 2/5 mr² പ്ലസ് mr². ഇത് സെയിം അല്ലേ, ഇൻറ്റു 2 എന്ന് എഴുതുക. ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു എത്രയാണ് നമുക്ക് തന്നേക്കുന്നത്, 0.14. അത് രണ്ടും കൂടെ കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് 0.14 ആണെന്ന് അറിയാം. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ട എം ആണ്, ആർ നമുക്കറിയാം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. നോക്കിക്കേ, ഈ കോമൺ ആയിട്ട് എടുത്താൽ 2mr² പ്ലസ് 5mr² ഈക്വൽ ടു 0.14 ഡിവൈഡഡ് ബൈ 2. 2 ഇൻറ്റു എം കോമൺ ആയിട്ട് എടുക്കാം അല്ലേ, അല്ലെ അങ്ങോട്ട് mr² കോമൺ ആയിട്ട് എടുക്കാം, അല്ലെ 7mr² ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു അല്ലേ 5 2 7 0.14 ഡിവൈഡഡ് ബൈ 2. സോ എഗെയിൻ mr² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം നമുക്കറിയത്തില്ല, ഇൻറ്റു 0.1 ഇൻറ്റു 0.1 ഈക്വൽ ടു ബാക്കിയെല്ലാം അങ്ങോട്ട് കൊണ്ടുപോവാണ് 0.14 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 7. അപ്പോൾ എം ഈസ് ഈക്വൽ ടു 0.14 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 2. ഈ 0.1 കൂടി ഇങ്ങോട്ട് കൊണ്ടുവരിക, 0.1 ഇൻറ്റു 0.1. ഓക്കെ, അപ്പോൾ എത്ര വരുമെന്ന് നോക്കാം. എം ഈസ് ഈക്വൽ ടു 0.14 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 7 ഇൻറ്റു 0.1 ഇൻറ്റു 0. ഈ പോയിൻ്റ് എല്ലാം മാറ്റി കഴിയുമ്പം 14 ഇൻറ്റു 5 ബൈ 2 ഇൻറ്റു 7. ഇതിൻ്റെ രണ്ടിനെ പോയിൻ്റ് മറ്റേതായിട്ട് ഇൻറ്റു 100 ഇവിടെ ഇൻറ്റു 100 ചെയ്തു. ഇനിയിപ്പോൾ ഇത് വന്ന് 2, ഈ രണ്ടും ക്യാൻസൽ പോയി, ബാക്കി എത്ര വന്നു, എം എന്ന് പറയുന്നത് 5 kg. ഓക്കെ, അത് ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കിയേ. യെസ്, ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അതാണ്. സോ എം ഈസ് ഈക്വൽ 5 kg. ഇത് അത്ര ഡയറക്റ്റ് ഒന്നുമല്ല, അതായത് നിങ്ങളൊന്ന് മനസ്സിലെത്തി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് ഇത് കിട്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുമെന്ന് അറിയത്തില്ല, കീം 23 വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിലൊന്ന് ചിന്തിച്ചിട്ട് അത് ചെയ്യാം. ഫിഗർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി ആശ്വാസമാണ്. പിന്നെ സ്ഫിയറിൻ്റെ, സോളിഡ് സ്ഫിയർ, ഹോളോ സ്ഫിയർ, ഡിസ്ക്, സിലിണ്ടർ, ഇതിൻ്റെയൊക്കെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമ്മൾ എന്തായാലും നോക്കിയിരിക്കണം. സോ ഇത് 1-2 പ്രാവശ്യം കേൾക്കുക, അല്ലെങ്കിൽ അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതോടനുബന്ധിച്ചുള്ള പ്രോബ്ലംസൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം വരാം. ബൈ.